കേരളത്തിൽ തീവ്രവാദ ശക്തികളെ എന്നും പാലൂട്ടി വളർത്തുന്നത് CPIM എന്ന് ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നോട്. PDPയെയും SDPയെയും തോളത്തുകയറ്റി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണെന്നും CPIM ശ്രമമെന്നും വിമർശനം. ഡീൽ വിഷയമാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നും വികസനത്തെക്കുറിച്ച് എന്താണ് മിണ്ടാത്തതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. 24 ഗ്രൗണ്ട് സീറോയിലായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. കാണാം തനേഷ് തമ്പി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറന്മുള നിയോജക മണ്ഡലത്തിലാണ് ഗ്രൗണ്ട് സീറോ. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് ആറന്മുളയിലെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നല്ല ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. LDF UDF ജനങ്ങളിൽ നിന്നും വളരെയേറെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പം വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഡീലുകളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പുതിയ ആരോപണമായി വന്നിരിക്കുന്നത് CPIM SDPയും തമ്മിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇവിടുത്തെ തീവ്രവാദ ശക്തികളെ എന്നും പാലൂട്ടി വളർത്തിയിരിക്കുന്ന CPM ആണ്. പല വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. കേരളത്തിൽ വർഗീയത വളർത്തുന്ന കാര്യത്തിൽ CPMന് വലിയൊരു പങ്കുണ്ട്. അബ്ദുൽ നാസർ അതിന് ജയിലിൽ കിടക്കുകയാണ്, ദേശദ്രോഹ കുറ്റത്തിനാണ്. ആ PDPയെ തോളത്ത് കയറ്റി SDPയെ വേറൊരു വശത്ത് കയറ്റി ഇങ്ങനെ രണ്ടു കൂട്ടരെയും ഏത് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സന്ദർഭത്തിൽ അവരെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും വിജയിക്കും. NDA തോൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിക്കും SDPയ്ക്കും CPMനും കോൺഗ്രസിനും വേറൊരു അജണ്ടയില്ല. കേരളത്തിലെ വികസനത്തെക്കുറിച്ചല്ല അവർ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ ഡീല് വിഷയം പറയുന്നു. ഈ ഡീല് വിഷയമാണ് ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ വികസനത്തെക്കുറിച്ച് എന്താ ഇവരാരും ചർച്ച ചെയ്യാതെ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉണ്ടായിരുന്നത് സ്വർണ്ണക്കൊള്ള കേസാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന അത്ര തീവ്രതയോടുകൂടി ആ ആരോപണം ഇപ്പോൾ ഉയരുന്നില്ല. UDF ആകട്ടെ NDA ആകട്ടെ, എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ഞാൻ ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വികസിത കേരളം NDA മുന്നോട്ടേക്ക് വെക്കുന്നതാണ്. 2, വിശ്വാസ സംരക്ഷണം. 3, സുരക്ഷിത കേരളം. ഈ മൂന്നും ഇവിടുത്തെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ 3 പ്രശ്നങ്ങളും ഗൗരവമുള്ളതാണ്. ഇപ്പോൾ 2016 നിയമം കിട്ടിയത് 2021 ആയപ്പോഴേക്കും ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് CPIM അന്ന് വലിയ രീതിയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് 2026. അപ്പം എന്താണ് BJPയുടെ സംസ്ഥാനത്തെ സാധ്യത വളരെയേറെ ഉണ്ട്. 140 നിയോജകമണ്ഡലത്തിലും വൻ കുതിപ്പുണ്ടായിട്ടുണ്ട്. LDFും UDFും മതിയായി എന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ്. കാരണം കേരളം രക്ഷപ്പെടണം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാകുകയും കേരളം ഉയരുകയും വളരുകയും വികസിക്കുകയും ചെയ്യണം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. ശരി, ആയിക്കോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.